തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അവൽ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാം നമ്മൾ. അതിന് അവൽ, ഇത് കനമുള്ള അവലാണ്. കനം കുറഞ്ഞ അവലാവില്ല, കനമുള്ള അവൽ വേണം. ഇത് ആരോഗ്യകരമായൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അതിലേക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ: സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കടലപ്പരിപ്പ്, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, തേങ്ങ. അവലിൻ്റെ അളവനുസരിച്ച് നമുക്ക് വസ്തുക്കളുടെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ അധിക സാധനങ്ങളുണ്ട്, നമുക്ക് ആവശ്യമായത് മാത്രം എടുക്കാം. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. എളുപ്പത്തിന് വേണ്ടി ഞാൻ സവാള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചു എന്നുള്ളൂ. ഇതൊരു സവാളയാണ്, വലുതാണിത്. അളവ് കൂടിയാൽ സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടണം. ഇപ്പം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കടുകിടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ടു. അപ്പം നമ്മുടെ കടുക് പൊട്ടി വന്നു. നമ്മൾ ആവശ്യമുള്ള കടലപ്പരിപ്പ് ഇതിലേക്ക് ഇടാം. കടലപ്പരിപ്പിന് ഇത്രയും മതി. നമ്മളിതിലേക്ക് ഉള്ളി ഇടുക കേട്ടോ. ഉള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു. ഇത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് അവൽ റെഡിയാക്കി കൊണ്ടുവരാം. നമ്മൾ ഈ അവൽ കഴുകിയെടുക്കാൻ പോവാം. നമ്മൾ ഈ അവൽ അധികം നേരം വെള്ളത്തിലിടാൻ പാടില്ല, നമുക്ക് ഊറ്റിയെടുക്കാം. അവൽ നമ്മൾ കഴുകിയെടുത്തു. ഒരുപാട് നേരം വെള്ളത്തിലിടരുത്, കുഴഞ്ഞു പോകും. പെട്ടെന്ന് കഴുകിയെടുക്കണം. കംപ്ലീറ്റ് വെള്ളം വാർന്നെടുത്തു, ഊറ്റിക്കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും കരിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ചുമക്കണ്ട, ചുമന്നാൽ അതിൻ്റെ കളറും വേറെയാവും. ഇപ്പോൾ നമുക്ക് ഈ അവൽ ഇതിലേക്ക് ഇടാം. നമ്മൾ ഈ അവലിന് ആവശ്യമുള്ള ഉപ്പിപ്പ് ഇടുക കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം എന്താ, നമ്മൾ ഉപ്പുമാവിൽ വെള്ളം ഒഴിച്ചിട്ടില്ല.
ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വരണമെങ്കിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിപ്പോൾ ചെറിയ തീയിലായിട്ടേക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇടുകയാണ്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചിടാം. കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കുക. ഇപ്പം നമ്മുടെ അവൽ ഉപ്പുമാവ് റെഡിയായി. ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡലി ദോശകളെല്ലാം തിന്ന് നമുക്ക് മടുക്കുമ്പോൾ ഇത് ഉണ്ടാക്കാം. ഇത് ഒരിക്കൽ അല്ലെങ്കിൽ ഉപവാസത്തിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഇത് കഴിച്ചതുകൊണ്ട് ഒരപാകതയും ഇല്ല. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ അവലുകൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കണ്ട കേട്ടോ. ശരി, ബായ്.